ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു മൈലാഞ്ചി ചെടിയായിട്ടാണ് കേട്ടോ. നല്ല രസമുള്ള മൈലാഞ്ചി ചെടിയാണ്. അപ്പോൾ ഈ ഒരു മൈലാഞ്ചി ചെടി നമ്മൾ വീട്ടിൽ വളർത്തുന്നത് നല്ല ഐശ്വര്യമാണെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്കുമൊക്കെ നന്നായിട്ട് ഉപയോഗമുള്ള ഒന്നാണ് ഈ ഒരു മൈലാഞ്ചി ഹെന്ന എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഗുണങ്ങളുള്ള ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണ്. ഇത് പ്രധാനമായിട്ടും മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈലാഞ്ചിയിൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. ഇത് താരൻ അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ എന്നിവയൊക്കെ തടയാനായിട്ട് സഹായിക്കുന്നു. മൈലാഞ്ചി മുടിക്ക് സ്വാഭാവിക നിറം നൽകുന്നു, കൂടാതെ മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ പ്രോട്ടീൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ഇത് മുടിയെ ശക്തിപ്പെടുത്താനും ആരോഗ്യകരമാക്കാനും ഒക്കെ സഹായിക്കുന്നു. മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും മൈലാഞ്ചി നന്നായിട്ട് സഹായിക്കും. ഇത് ചർമ്മത്തിലെ അണുബാധകളെ തടയാനും സഹായിക്കുന്നു. ആയുർവേദത്തിൽ ചില രോഗങ്ങളുടെ ചികിത്സയ്ക്ക് മൈലാഞ്ചി ഉപയോഗിക്കുന്നുണ്ട്. മൈലാഞ്ചി ഉപയോഗിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നര മറയ്ക്കാനും അതുപോലെ തന്നെ മുടിക്ക് സ്വാഭാവികമായ രീതിയിലുള്ള നിറം നൽകാനും ഒക്കെ ഇത് സഹായിക്കും. മുടിക്ക് തിളക്കവും ആരോഗ്യവും നൽകാൻ മൈലാഞ്ചിയോടൊപ്പം മറ്റ് ചേരുവകൾ കൂടി ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. മുടിയിൽ താരനകറ്റാനും മുടി വളർച്ച കൂട്ടാനും ഹെന്ന നമുക്ക് നന്നായിട്ട് ഉപയോഗപ്രദമാണ്. കലർപ്പില്ലാത്ത ശുദ്ധമായ രീതിയിൽ ഹെന്ന ഉപയോഗിച്ചാൽ മുടിക്ക് നല്ല ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് ടോണുകളാണ് ലഭിക്കുക. അതേസമയം നമ്മൾ കുറച്ച് ചേരുവകൾ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇതിലൂടെ യൂസ് ചെയ്യുന്നതെങ്കിൽ വ്യത്യസ്തമായ കുറച്ചുകൂടി നല്ല കളർഫുൾ ആയിട്ടുള്ള നിറങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. മൈലാഞ്ചി ഇടുന്നതിന് മുൻപ് മുടിയിൽ എണ്ണമയം പൂർണ്ണമായിട്ട് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. എണ്ണ ഉള്ള മുടിയിൽ ഹെന്ന ഇടുന്നത് ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന ഫലങ്ങളൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ മുടി വളരുന്നതിനുള്ള എണ്ണ തയ്യാറാക്കുമ്പോൾ നമ്മൾ മൈലാഞ്ചി അതിലിട്ട് യൂസ് ചെയ്യാറുണ്ട്. എള്ളെണ്ണയും മൈലാഞ്ചിയും ചേർന്ന മിശ്രിതം ഏകദേശം 10 മിനിറ്റ് നേരം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് തണുത്ത ശേഷം ഇത് മുടിയിൽ ആഴ്ചയിൽ തന്നെ 3 ദിവസം തലമുടിയിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മൈലാഞ്ചിക്ക്. അപ്പോൾ ഈ ഒരു മൈലാഞ്ചി നമുക്ക് പല തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. മൈലാഞ്ചിയും പിന്നെ അവോക്കാഡോ ഓയിലും മുട്ടയും ചേർന്ന മിശ്രിതം തലയിൽ പുരട്ടിയാൽ മുടിയുടെ വരൾച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും. അറ്റം പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മുടിക്ക് തിളക്കവും അതുപോലെ തന്നെ നല്ല തിളക്കം കിട്ടാനായിട്ടാണെങ്കിൽ നമ്മൾ കട്ടൻ ചായയും നാരങ്ങ നീരും മുട്ടയും തൈരും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് മൈലാഞ്ചി ഇലയോ അല്ലെങ്കിൽ മൈലാഞ്ചി പൊടിയോ അരച്ച് മിക്സ് ചെയ്ത് തലയിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഉലുവ കുതിർത്ത വെള്ളത്തിലാണ് മൈലാഞ്ചി ഇട്ടിട്ട് ആ ഒരു വെള്ളം ചേർത്ത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലമുടിക്ക് നല്ല തണുപ്പ് കിട്ടാനും താരനൊക്കെ പോവാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെന്നയിലെ ആൻറ്റി ബാക്ടീരിയൽ വിരുദ്ധ ഗുണങ്ങൾ തലയോട്ടിലുണ്ടാക്കുന്ന ചൊറിച്ചിലൊക്കെ അകറ്റാനായിട്ട് സഹായിക്കും. മൈലാഞ്ചി ഇലകൾ, വേപ്പില, തുളസി ഇലകൾ, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് അരച്ച് തലയോട്ടിയിൽ പുരട്ടുകയാണെങ്കിൽ ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയാൽ